അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ തഖ്വ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഈ തഖ്വ രൂപപ്പെടേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നെഞ്ചിലേക്ക് ചൂണ്ടിക്കൊണ്ട് പഠിപ്പിച്ചു, അത്തഖ്വ ഹാഹുന, തീർച്ചയായും തഖ്വ അത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് തഖ്വ കുടികൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഹൃദയം പരിശുദ്ധമാണെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു തഖ്വക്ക് കുടികൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ പരിശുദ്ധമാക്കേണ്ടത്? ഹൃദയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അല ഇന്ന ഫിൽ ജസദി മുളഅ ഫഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി, അലാ വഹിയൽ ഖൽബ്. അറിയുക, അതത്രേ ഹൃദയം. അപ്പോൾ ഹൃദയം നന്നാകുമ്പോൾ മാത്രമേ അതിൽ തഖ്വ ഉണ്ടാവുകയുള്ളൂ. ഹൃദയം നന്നാക്കി എടുക്കുവാൻ വേണ്ടിയുള്ള ഒട്ടേറെ മാർഗങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുജാലിസത്തുൽ സ്വാലിഹീൻ എന്ന് പറയുന്നത്, അഥവാ സ്വാലിഹീങ്ങളുമായുള്ള കൂട്ടുകെട്ടും അവരുമായിട്ടുള്ള ഒരുമിച്ചിരിക്കലും നമുക്ക് ഹൃദയം ശുദ്ധീകരിക്കുവാനുള്ള ഒരു കാരണമായി മാറും എന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ സ്വാലിഹീങ്ങളുമായി കൂടിയിരിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത്? പണ്ഡിതന്മാർ കൃത്യമായി അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഏതെല്ലാം അവസ്ഥയിൽ നിന്ന് ഏതെല്ലാം അവസ്ഥയിലേക്ക് നമ്മൾ തിരിക്കപ്പെടുന്നു, നമ്മൾ നയിക്കപ്പെടുന്നു എന്നവർ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന്, നമ്മൾ ശക്കിൽ നിന്ന് നമ്മൾ യഖീനിലേക്ക് മാറും എന്നതാണ്. അഥവാ നമ്മൾ സംശയാലുക്കളായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അടിയുറച്ച ഈമാനിന്റെ വക്താക്കളായി മാറ്റാൻ നമുക്ക് അത്തരം സഹവാസങ്ങൾ ഉപകരിക്കും എന്നതാണ്. മറ്റൊന്ന്, മിനർ റിയാഇ, അതായത് പ്രകടനപരതയിൽ നിന്ന് ഇഖ്ലാസിലേക്ക് നമ്മെ നയിക്കും എന്നതാണ്. കാര്യങ്ങളെ പ്രകടനപരതയോടുകൂടി കാണുന്നതിന് പകരം പരിപൂർണമായ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടി കാണാൻ നമുക്ക് സാധ്യമാക്കുമെന്നാണ്. മിനൽ ഗഫ്ലത്തി ഇല ദിക്രി, അള്ളാഹുവിനെ കുറിച്ച് അശ്രദ്ധമാകുന്ന അവസ്ഥയിൽ നിന്ന് അവനെ ഓർക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. അതേപോലെ മിൻ റഹ്ബത്തി ദുനിയ ഇല റഹ്ബത്തിൽ ആഖിറ, ദുനിയാവിനെ കുറിച്ചുള്ള പ്രതീക്ഷകളിലും ആ വ്യാമോഹങ്ങളിലും ആഗ്രഹങ്ങളിലും പെട്ട് നട്ടം തിരിയുന്നതിന് പകരം നമ്മൾ ആഖിറത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നമ്മിൽ വേരുപിടിക്കാൻ അത്തരം സഹവാസങ്ങൾ കാരണമാകും എന്നതാണ്. അതേപോലെ മിനൽ കിബ്രി ഇല തവാളി, അതേപോലെ അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കും. അതേപോലെ മിൻ സൂഇൽ നിയ്യത്തി ഇല നസീഹ, അതായത് തെറ്റായ ഉദ്ദേശങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് നില നസീഹ, നമുക്ക് ഉപദേശങ്ങളിലേക്ക് അഥവാ ഗുണകാംക്ഷയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി ഇത്തരം സഹവാസങ്ങൾ ഉപകരിക്കുമെന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുജാലസത്തു സ്വാലിഹീൻ, സൽക്കർമ്മകാരികളുമായിട്ടുള്ള സഹവാസം വഴി നമുക്ക് ലഭ്യമാക്കും. അത്തരം സഹവാസത്തിലൂടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായും അവരിലേക്ക് സക്കീനത്ത് ഇറങ്ങും. അൻസലത്ത് സക്കീന വഅശിയതുഹുർ റഹ്മ വഖഫത്തുഹുൽ മലായിക വദക്കറല്ലാഹു ഫീമൻ ഇൻദ, അവരിലേക്ക് അള്ളാഹുവിന്റെ ശാന്തി ഇറങ്ങും. അതേപോലെ മലക്കുകൾ അവരെ പൊതിയും. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവർ വലയം ചെയ്യപ്പെടും. അള്ളാഹു അവന്റെ അടുക്കലുള്ളവരോട് അവരെക്കുറിച്ച് സംസാരിക്കും. ഇത്രയും അവസ്ഥ അവർക്ക് ലഭ്യമാകുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമളാനിൽ നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും പരിശുദ്ധമായിരിക്കുവാൻ വേണ്ടി, റമളാനിൽ മാത്രമല്ല എല്ലായ്പ്പോഴും സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഒരു ഇടമുറിയാത്ത ഒരു സഹവാസം കാത്തു സൂക്ഷിക്കുവാൻ നമ്മളെപ്പോഴും തയ്യാറാവേണ്ടതുണ്ട്. അതില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച്, ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തികളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒറ്റപ്പെട്ട വ്യക്തികൾ ആട്ടിൻ കുട്ടികളെയാണ് എപ്പോഴും ചെന്നായ പിടിക്കുന്നത്. അപ്പോൾ പൈശാചികമായി കെണിയിലകപ്പെടാതെ മുന്നോട്ട് പോകാൻ ഇത്തരം സഹവാസങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ ഈ റമളാൻ നമുക്ക് പ്രേരകമാകട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.